ഹലോ കൂട്ടുകാരെ, നമസ്കാരം. വില്ലേജ് ഫുഡിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ ഭക്ഷണമാണ്. ചാള ഉടങ്കല്ലിട്ട് അവിച്ചതും കപ്പ അരിഞ്ഞൂറ്റിയതും. നമ്മൾ പണ്ടൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ആഹാരമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. ബാ. ആദ്യം കപ്പ റെഡിയാക്കാം. നമ്മൾ കപ്പ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി ഇതിൻ്റെ കട്ട് കളയണം. ഇതിൻ്റെ കട്ടുണ്ട്, അത് നന്നായിട്ട് കളയണം, അല്ലെങ്കിൽ കയ്ക്കും. കപ്പ ഇനി കലത്തിലോട്ടാക്കാം. ഇനി പുഴുങ്ങിയെടുക്കണം നമുക്ക്. ഇതിലൂടെ ഇനി കപ്പ വേവാൻ വേണ്ട വെള്ളം ഒഴിക്കാം. കപ്പ പുഴുങ്ങാൻ വയ്ക്കാം. നമുക്കിനി ചാളമീൻ അവിക്കണം. അതിനുവേണ്ടി ചാള വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കാന്താരി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ 2 ഉടങ്കല്ലി മുളക് ഇച്ചിരി മണത്തിന് വേണ്ടി, പിന്നെ കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട്. വാളംപുളി അത് നമ്മൾ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി. ഇനി ഈ മുളകെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതൊന്ന് ചതഞ്ഞാൽ മതി, നല്ലപോലെ അരച്ചെടുക്കണ്ട. ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ചതയ്ക്കാം. ഇതും ചതച്ചെടുത്തിട്ടുണ്ട്. തുള്ളി ചതച്ചെടുക്കാം. നമുക്ക് ഉടങ്കല്ലിയും കൂടെ ചതച്ചെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ചാള നമുക്ക് ഇനി ചട്ടിയിലോട്ടാക്കാം. ചെറിയ ചാളയാണ് നമുക്ക് കിട്ടിയത്, അത് വെച്ച് നമുക്ക് റെഡിയാക്കാം. ഇനി നമുക്ക് ഈ മീനിലോട്ട് ഈ ചവച്ച് വെച്ച് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വിരകിയെടുക്കാം. എൻ്റെ കൈയൊക്കെ നല്ല നീറ്റിലായിരിക്കും ഇതിന് ശേഷം. പുളി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇതിലോട്ട് ഒഴിക്കണം. ഇനി കുറച്ച് പുളി ഇതിലോട്ട് ഒഴിക്കാം. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പിടാം. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കാം. ഇതിനെ നമുക്കിനി വേവിച്ചെടുക്കാം. കപ്പ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഇച്ചിരി ഇളക്കി കൊടുക്കാം. നമുക്കിതിനെ ഊറ്റിയെടുക്കാം. നമ്മളപ്പോൾ കപ്പ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 1 മുറി തേങ്ങ തിരി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കപ്പ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുക്കാം. ഇനി അടുത്ത് നമുക്ക് മീനിൻ്റെ പരിപാടി ചെയ്യാം.
നമുക്കിനി അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. അപ്പോൾ നമ്മളെ മീൻ തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നമുക്ക് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇളക്കുണ്ടാവുന്ന എണ്ണ ഒന്ന് കിട്ടാൻ വേണ്ടി ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡിയായി, നമുക്ക് എടുത്ത് കഴിക്കാം. കപ്പയുടെ പുറത്ത് നമ്മൾ ഉണ്ടാക്കിയ അവിച്ച ചാള എങ്ങനെയുണ്ട്? പൊളിയായില്ലേ? നമുക്കിത് കഴിക്കാം. എങ്ങനെയുണ്ട് അണ്ണാ? കൊള്ളാം, ഇത് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ സാധനം അടിപൊളിയായിട്ടുണ്ട്. നമ്മളിനി കഴിക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ. ചാള മീനും കപ്പയും തീർന്നു. ഇത് കാണാൻ ഒരു ലുക്കില്ലെങ്കിലും സാധനം കിടുവാണ് കേട്ടോ.